സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ നാളുകളായി വലിയ രീതിയിൽ ചൂട് വർദ്ധിക്കുന്ന സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ പലയിടങ്ങളിൽ നിന്നും തീ പടർന്നു പിടിക്കുന്ന വാർത്തകൾ ഉൾപ്പെടെ നമ്മൾ ദിവസവും കേൾക്കുന്നതാണ്. എന്തായാലും ഈ വിഷയത്തിൽ കോട്ടയത്തെ അഗ്നിരക്ഷാ സേന സ്റ്റേഷൻ ഓഫീസർ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. നമുക്കതൊന്ന് കാണാം. ചൂട് കൂടുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കണം. ഇപ്പം വേസ്റ്റ് കത്തിക്കാനാണെങ്കിലും തീ ഇടുക എന്ന് വെച്ചാൽ നല്ല ചൂടുള്ള സമയങ്ങളിൽ കത്തിക്കാതിരിക്കുക. രാവിലെ ആണെങ്കിലും അല്ലെങ്കിൽ വൈകിട്ടാണെങ്കിലും ചൂട് കുറഞ്ഞ സമയങ്ങളിൽ കത്തിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കത്തിക്കുന്നതിന് കൂടെ ഒരു ബക്കറ്റ് വെള്ളമോ നമുക്കൊന്ന് പെട്ടെന്ന് നമ്മുടെ കൺട്രോൾ നിൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ പെട്ടെന്ന് അണയ്ക്കാനുള്ളൊരു എന്തെങ്കിലും ഒരു സംവിധാനം അടുത്ത് വെച്ചിട്ട് മാത്രമേ തീയിടാൻ ശ്രദ്ധിക്കാവുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കൂടുതലായി ഈ ചൂടിൻ്റെ വിഷയം തന്നെയാണ് വരുന്നത്. അലക്ഷ്യമായിട്ട് തീയിടുന്നതിൻ്റെയാണ് മെയിനായിട്ട് നമുക്ക് കൂടുതലും വരുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ നമുക്കൊരു പാടം കത്തിയത് പുതുപ്പള്ളി ആ സൈഡ് നമ്മൾ പോയതെന്ന് വെച്ചാൽ വീട്ടുകാർ പുറകെ തീയിട്ടത് കത്തിക്കയറി പിടിച്ചങ്ങ് പോയതാണ്. അത് പിന്നെ നമ്മുടെ കൺട്രോളില്ലാതെ അങ്ങ് ഉണങ്ങി കിടക്കുന്നതായിട്ട് അങ്ങ് കയറി കത്തിക്കയറി അങ്ങ് പോകും. നമുക്ക് ചിലപ്പോൾ വണ്ടിയൊന്നും എത്താത്ത ഏരിയ ആയിരിക്കും. അതുകൊണ്ട് ഈ തീ ഇടുന്നവർ ശ്രദ്ധിക്കുക. അവർ ഈ അലക്ഷ്യമായിട്ട് ഇപ്പം സിഗരറ്റ് വലിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബീഡിക്കുറ്റിയോ എന്തെങ്കിലും ഇട്ടാലും അത് ചെറിയൊരു സ്പാർക്ക് കിട്ടിയാൽ കത്തിപ്പോകുന്ന രീതിക്കാണ് നിലവിലെ ഇപ്പം അന്തരീക്ഷം നിൽക്കുന്നതുകൊണ്ട് ഉള്ള വിഷയങ്ങളാണ് നേരിടുന്നത്. അല്ലാതെ ഈ വേറെ നാച്ചുറലായിട്ട് കത്തുന്നത് തീരെ കുറവാണ്. എന്തെങ്കിലും ഒരു തീയുടെ സോഴ്സ് എവിടെയെങ്കിലും വന്നാൽ മാത്രമേ ഇത് കത്തുന്നുള്ളൂ. അല്ലാതെ തന്നെ കത്താനുള്ള സാധ്യത തീരെ കുറവാണ്. കൂടുതലും ആരെങ്കിലും തീ ഇടുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കത്തലുകളെ സാധാരണയായിട്ടുണ്ടാകുന്നുള്ളൂ. പിന്നെ മറ്റേ ഈ ഷോർട്ട് സർക്യൂട്ട് കാര്യങ്ങളൊക്കെ നാച്ചുറലായിട്ട് അല്ലാതെ തന്നെ ഉണ്ടാകുന്നത്. ചൂട് കൂടിയോണ്ടുള്ള ഒരു വിഷയം കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാറില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതാണ് ഏറ്റവും ചൂട് കൂടിയ സമയങ്ങളിൽ നട്ടുച്ചയ്ക്കൊക്കെ ചിലപ്പോൾ വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ കാറ്റ് കൂടുന്നതുകൊണ്ടാണ് ഈ പടർന്നു പോകാൻ പോലെ. അപ്പോൾ ഈ പകൽ സമയത്ത് നല്ല കാറ്റായിരിക്കും. ഇപ്പോൾ ഈ ചൂടോടെ വരുമ്പോൾ തീ പടർന്നു പിടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ രാവിലെയോ കാറ്റ് കുറഞ്ഞ സമയങ്ങളിൽ രാവിലെയോ വൈകിട്ടോ കത്തിക്കുക. അതുപോലെ ഒരു ബക്കറ്റ് വെള്ളമെങ്കിലും അടുത്ത് വെക്കുക. എന്ന് വെച്ചാൽ നമുക്കൊരു പെട്ടെന്ന് കെടുത്താൻ പാടില്ല ബക്കറ്റ് വെള്ളം സംവിധാനം ഒരുക്കി വെച്ചാൽ മാത്രമേ കത്തിക്കുക. പിന്നെയുള്ളത് പിന്നെ ഈ കാട്ടുതീ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇവിടെ തീരെ കുറവാണ്. കാരണം അവർ ഓൾറെഡി ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഫയർ ലൈനും കാര്യങ്ങളെല്ലാം തെളിച്ചിടുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് നമുക്ക് അങ്ങനെ കാട്ടുതീയുടെ വിഷയങ്ങൾ അങ്ങനെ തീരെ കുറവാണ്. തമിഴ്നാട്ടിൽ ഈ ഇടയ്ക്ക് മറ്റേ കുരങ്ങനെ സൈഡിൽ അപകടം ഉണ്ടായെന്ന് വെച്ചാൽ അവർ നടുക്ക് പെട്ടുപോയതുകൊണ്ടാണ്. ചുറ്റും കയറി വന്ന് അങ്ങനെ പെട്ടുപോയെന്ന് മരിച്ചു പോയതാണ്. അപ്പം അങ്ങനെയുള്ള അവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ 101 വിളിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുണ്ടാകും. നമുക്ക് ചെറിയ തീയൊക്കെയാണ് നമുക്ക് എടുത്താൽ. നമ്മൾ ഈ വേസ്റ്റ് കത്തിക്കുന്നതൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, പക്ഷെ അതൊരു പാടത്തോട്ട് പടർന്നു പോയിട്ട് പിന്നെ നമ്മൾ അണയ്ക്കാൻ നോക്കിയാൽ ബുദ്ധിമുട്ടായിരിക്കും. അതിൽ എത്രയും പെട്ടെന്ന് 101 വിളിക്കുക എന്നുള്ളത് നമ്മൾ ഏത് സമയത്തും സജ്ജരായിരിക്കും.